ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ തലേദിവസത്തെ ഉണക്കമുന്തിരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബദാമും കുതിർത്തിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ടെസ രാവിലെ തന്നെ വന്ന് ബിസ്ക്കറ്റ് ചോദിച്ച് ബിസ്ക്കറ്റ് കൊടുത്ത്. ആൾക്ക് രാവിലെ തന്നെ ബിസ്ക്കറ്റ് കൊടുക്കലാണ് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പാല് കാച്ചാനായിട്ട് പാലെടുത്ത് പിന്നെ ഗ്രീൻ പീസിനെ കുക്കറിലാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ പാല് കാച്ചി പാല് ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴേക്കും ഇനിയിപ്പോൾ അടുത്തത്. അപ്പോൾ ഇന്ന് സടപടാന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഒരു 10 മണി വരെയും നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ കുറച്ച് സ്പീഡ് വർക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ അപ്പം ചുടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഓക്കെ ആകാറില്ല, അത്ര വലിയ ഭംഗിയിലൊന്നും വരാറില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പം ശരിയായി. അപ്പോൾ അപ്പവും ഇന്നിപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് തോരനായിട്ടിപ്പോൾ ഇത് എന്താ പറയുക, മറ്റേ കൊഴുപ്പയാണ് കിട്ടിയേക്കണത്. കൊഴുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് സംഭവം. പിന്നെ ഗ്രീൻ പീസ് കറിയും വെച്ചു, കൊഴുപ്പയും ഉലർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് എടുത്തു. ചായയും ഓക്കെ ആയി. അത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് പിന്നെ ടെസ വന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ടെസ പിന്നെ പാവയായിട്ട് വന്നു. പാവേനെ എടുത്ത് കുറച്ച് നേരം അവളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ എറിഞ്ഞു കൊടുത്ത് അവളെ കളിപ്പിച്ച് അവൾക്കൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ ആളിഞ്ഞ് പിന്നെ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും പിന്നെ എനിക്കും അതൊരു വിഷമവും. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ബിസി ആയിട്ടിരുന്ന അപ്പം പാവേനെ എടുത്തുകൊണ്ട് വരും. ആൾക്ക് എപ്പോഴും ആളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, ആളെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അപ്പോൾ ഇവളുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞൊരു ടൈം പാസ്സാണ്. വീട്ടിലെ ഇളയ കൊച്ചിനെ പോലെ ഇങ്ങനെ കളിപ്പിച്ചും കൊഞ്ചിച്ചൊക്കെ നമുക്ക് നടക്കാവുന്നതാണ്. പിന്നെ രാവിലെ തൊട്ടേ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും ആൾ. അപ്പം അങ്ങനെ അവൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച്. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ച ഫൈറ്റർ ഫിഷാണ്. എൻ്റെ അടുത്ത് കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു, അക്വേറിയം ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് പണിയായി പോയത്. അല്ലെങ്കിൽ ഡെയിലി ഫിഷിനെ വാങ്ങിച്ചുകൊണ്ട് വരലും അതിൻ്റെ പ്ലാന്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരലൊക്കെ ആയിരുന്നു സ്ഥിരം പരിപാടി. പിന്നെ ഫൈറ്റർ ഫിഷും ഉണ്ടായിരുന്നു, മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ചത്തുപോയി. ഇപ്പം ഞാൻ ഒരെണ്ണം പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം വരും. ഇവരിങ്ങനെ കാണാനും നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇവർക്ക് ഫുഡ് ഇപ്പോൾ 2 മണിയാണ് കൊടുക്കുന്നത്. ഓവർ ഫീഡിങ് പാടില്ലെന്നാണ് പറഞ്ഞത് പെറ്റ് ഷോപ്പിൽ. അപ്പോൾ അതനുസരിച്ചാണ് കൊടുക്കണം. പിന്നെ വെള്ളം ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേക്കും മാറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും.